റോഡിനോടുള്ള പേടി. റോഡെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ കരയാൻ തുടങ്ങും. എനിക്ക് റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ വരെ പേടിയുള്ളൊരു സിറ്റുവേഷനിലേക്ക് എന്നെ ആക്സിഡന്റ് കൊണ്ടെത്തിച്ചു. അപ്പോഴത്തേക്കും ഒരു കംഫർട്ടബിൾ സോണിലേക്ക് ആയി കഴിഞ്ഞിരുന്നു. ആ ഒരു സോണിൽ നിന്ന്, ആ ഒരു ഷെല്ലിൽ നിന്ന് എനിക്ക് പുറത്തെടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അതേപോലെ തന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഫീലായി. ആ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിരുന്ന് കുറെ നേരം കരഞ്ഞു. കാരണം ഞാൻ അത്രയും ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ട്രോമ. ആക്സിഡന്റ് ആയതോടുകൂടി വലിയൊരു ചേഞ്ച് ആണ്. ഹലോ, എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുള്ള 2 വീഡിയോസ് ആണ്. ഒന്ന് എന്റെ ലൈഫ് സ്റ്റോറി പറയാനായിട്ട്, രണ്ടാമത് എങ്ങനെയാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്, ഡ്രൈവിംഗ് ചെയ്യാൻ എങ്ങനെയാണ് ഇത്ര കോൺഫിഡൻസ് കിട്ടിയത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ നമുക്കത് ചെയ്തു കളഞ്ഞേക്കാന്ന് ഞാൻ വിചാരിച്ചു. ലൈഫ് സ്റ്റോറി ഞാൻ പറയാം, അത് ഇതുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. പക്ഷെ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചതാണ് ഞാൻ കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് ആക്ച്വലി ഞാൻ എന്റെ ചാനലിൽ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വീഡിയോ കൂടിയാണ്. കാരണം ഒരുപാട് ഞാൻ കുറച്ച് കംഫർട്ട് സോണൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ഡ്രൈവിംഗിലേക്ക് ഞാൻ പഠിച്ചതും അത് ഓടിക്കുന്നതും ഒക്കെ. പണ്ടത്തെ എന്നെ പോലെ ഇപ്പൊ പേടിച്ചിരിക്കുന്ന ഒരുപാട് പിള്ളേരുണ്ടാവും. പിന്നെ ഞാൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ലേഡീസിനെ ആട്ടോ. കാരണം ജെന്റ്സ് ആകുമ്പോൾ കുറച്ചും കൂടിയും ഡ്രൈവിംഗ് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് പേടി കുറവാണെന്നാണ് എനിക്ക് പൊതുവെ തോന്നിയിട്ടുള്ളത്. ലേഡീസ് ആണ് കുറച്ചും കൂടിയും, എസ്പെഷ്യലി കാറ് എടുക്കാനായിട്ട് കുറച്ചൊരു മടി, ഒരു പിന്നിലേക്കൊക്കെ ആവുന്നത് ലേഡീസ് ആണ്. അപ്പൊ ഗേൾസിനെയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് സംസാരിക്കുന്നത്. കാരണം എന്റെ എക്സ്പീരിയൻസ് ആണല്ലോ ഞാൻ ഷെയർ ചെയ്യുന്നത്. 2017 നമ്മുടെ ഈ സംഭവബഹുലമായ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ 2017 ആദ്യമായിട്ട് ഡ്രൈവിംഗ് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരം നമ്മൾ പോയി ചേരുമല്ലോ ഡ്രൈവിംഗ് ക്ലാസ്സിൽ. അങ്ങനെ ചേരുന്നു. അപ്പൊ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സങ്ങ് തികയാൻ വേണ്ടി കാത്തിരിക്കുക നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകാൻ. കാരണം എനിക്ക് 2 മൂത്തത് ചേച്ചിമാരാണ്. അപ്പൊ ചേച്ചിമാര് 18 വയസ്സിൽ തന്നെ ലൈസൻസ് ഒക്കെ എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ വീട്ടിലൊരു ആചാരം പോലെ 18 വയസ്സാകുമ്പോൾ പോയി ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാന്നുള്ളത് വളരെ നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതേപോലെ ഞാനും പോയി ജോയിൻ ചെയ്തു. അപ്പൊ ഡ്രൈവിങ്ങിന് ചെന്ന് എന്നെ സംബന്ധിച്ച് ഞാനപ്പോ ചെറുതായിട്ട് 2 വീലറൊക്കെ ഓടിക്കുമായിരുന്നു. മീൻസ് വീട്ടിലൊക്കെ ഇങ്ങനെ ഓടിച്ചൊക്കെ ശീലമുള്ളതുകൊണ്ട് 2 വീലർ എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമേ അല്ലായിരുന്നു. പക്ഷെ കാറ് എന്നെ സംബന്ധിച്ച് ഒരു ബാലികേറ മലയായിരുന്നു. കാരണം കാർ എന്ന് പറയുമ്പോ നമ്മുടെ കൈ വർക്ക് ചെയ്യണം, കാല് വർക്ക് ചെയ്യണം, ഈ ഗിയർ മാറ്റണം, ഹാൻഡിൽ തിരിക്കണം, എന്തൊക്കെയോ സംഭവം. ഹാൻഡിൽ അല്ല, സ്റ്റിയറിംഗ് തിരിക്കണം. അപ്പൊ കുറെ കാര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് കാർ എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള ഒരു സംഭവമായിരുന്നു. പക്ഷെ തുടക്കം തന്നെ ആശാൻ ഇങ്ങനെ നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യില്ല, നിങ്ങൾക്ക് പറ്റും എന്നൊക്കെ പറഞ്ഞ ഓരോ കുഞ്ഞു ക്ലാസ് ഒക്കെ തന്ന് നമ്മളങ്ങനെ പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ ഓക്കെ എന്നെ കൊണ്ട് പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായി. അപ്പൊ അങ്ങനെ പഠിച്ചു, കാര്യങ്ങൾ കഴിഞ്ഞു. നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഡേറ്റ് എടുത്ത അന്ന് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം എന്റെ ലൈഫിൽ ഭയങ്കര സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ആളല്ല. അതിപ്പം എക്സാം എഴുതി നമ്മളിപ്പോ ഡിഗ്രിക്ക് ആയാലും PGക്ക് ആയാലും അല്ലെങ്കിൽ 10th ആയാലും ഒക്കെ സാധാരണ പോകുന്നു, എക്സാം പഠിക്കുന്നു, പോകുന്നു, എക്സാം എഴുതുന്നു, വരുന്നു, റിസൾട്ട് അറിയുന്നു. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. പക്ഷെ എന്നെ സംബന്ധിച്ച് എല്ലാം വലിയ കടമ്പകളായിട്ടാണ് എന്റെ ലൈഫിൽ എപ്പോഴും വരാറുള്ളത്. എനിക്കൊന്നും സിമ്പിൾ ആയിട്ട് കിട്ടാറില്ല. കാരണം എല്ലാ എക്സാമിന് രാവിലെ ഒന്നില്ല എനിക്ക് പനി, അല്ലെങ്കിൽ എനിക്ക് വോമിറ്റിങ്, അങ്ങനെ ടെൻഷൻ കൂടുമ്പോൾ എനിക്കിങ്ങനെ വോമിറ്റിങ്, വയറിളക്കം, ഛർദി, അങ്ങനെ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ ഇതേപോലെ തന്നെ ഞാൻ ഡ്രൈവിങ്ങിന്റെ അന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര വയറുവേദന വരുന്നു, ടെൻഷൻ കയറിയിട്ട് എനിക്ക് തലവേദന എടുക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ആകെ ഓഫായിട്ടാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. 2 വീലർ പിന്നെ നമ്മൾക്ക് വലിയ പ്രശ്നമില്ലാത്ത തന്നെ ഫസ്റ്റ് 2 വീലർ എടുത്ത് എല്ലാം സെറ്റായി. പക്ഷെ കാറ് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിരുന്നത് തലേദിവസമൊക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഒരു കണക്കുകൂട്ടൽ എനിക്ക് കിട്ടും എന്നാണ്. പക്ഷെ നമ്മള് ലാസ്റ്റത്തെ ആ ഒരു കയറ് കെട്ടിയാണ് ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, എല്ലായിടത്തും കയറ് കെട്ടി തന്നെയാണ് തിരിച്ചിരിക്കുന്നത്. ലാസ്റ്റ് ആ കയറിന്റെ അവിടെ ചെന്ന് കാറ് തട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ ഫെയിൽ ആവുമല്ലോ. അങ്ങനെ ഞാൻ ഫെയിലായി. അപ്പൊ നമുക്ക് റോഡ് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഫെയിൽ ആയി കഴിഞ്ഞാൽ റോഡും ചെയ്യിപ്പിക്കത്തില്ല. അങ്ങനെ ഞാൻ പോയി രണ്ടാമത് ഡേറ്റ് എടുത്തു. രണ്ടാമത് ഡേറ്റ് എടുത്തു കഴിഞ്ഞ് റോഡ് ഫെയിലായി, കിട്ടി, റോഡ് പോയി. അങ്ങനെ റോഡ് പോയി കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ അങ്ങനെ അപ്പൊ 2 വീലറിന്റെ എല്ലാം സെറ്റായി, 2 വീലർ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ കാറിന്റെ പോയി കഴിഞ്ഞ് പിന്നെ എന്റെ ലൈഫിൽ സംഭവിക്കുന്നത് ഒരു വലിയൊരു ട്രാജഡിയാണ്. കാരണം ഞാൻ ഒരു ദിവസം 2 വീലർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഒരു വലിയൊരു ആക്സിഡന്റ് സംഭവിച്ചു. ആക്സിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു മേജർ ആക്സിഡന്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് എന്റെ കയ്യിൽ കാണുന്ന ഈ പാടുകളും. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർ എന്നോട് ചോദിക്കാറുണ്ട് എന്താ പറ്റിയെന്ന്. എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചതാണ്. ആ ആക്സിഡന്റിനെ ഞാൻ സർവൈവ് ചെയ്ത് വന്നു. അപ്പൊ അതൊരു വലിയ സ്റ്റോറിയാണ്, അതവിടെ നിൽക്കട്ടെ. അപ്പൊ ആക്സിഡന്റ് സംഭവിച്ച് പിന്നെ ഞാനൊരു നീണ്ട റെസ്റ്റിലായിരുന്നു.
റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു 1.5 വർഷം ഞാനൊരു നൈസായിട്ട് വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എന്റെ ലൈസൻസ് അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുക. കാരണം ഞാൻ കാറിന്റെ എച്ച് പാസ്സായി, റോഡ് അവിടെ കിടക്കുക, ഫെയിൽ ആയിട്ട് അവിടെ കിടക്കുക. അത് പോയി ചെയ്യാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ആക്സിഡന്റ് ആയതോടുകൂടി എന്റെ ലൈഫിൽ വന്ന വലിയൊരു ചേഞ്ച് ആണ് പേടി. പേടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേറെ പേടിയല്ല, റോഡിനോടുള്ള പേടി. റോഡെന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ കരയാൻ തുടങ്ങും. അതായത് എനിക്ക് ചുറ്റുമുള്ളവർക്ക് അറിയാം, നല്ല രീതിയിൽ എന്റെ ചേച്ചിമാർക്കും അമ്മയ്ക്കൊക്കെ അറിയാം, റോഡ് എന്ന് പറഞ്ഞ ഒരു ട്രോമയായി മാറി. ട്രോമ ഇൻ ദ സെൻസ്, റോഡിലേക്ക് ഇറങ്ങി ആരെങ്കിലും കൂടെ വണ്ടിയിൽ കയറി ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അപ്പൊ തുടങ്ങി കരയും. ആ ഒരു ഡെസ്റ്റിനേഷൻ എത്തുന്നത് വരെ ഞാൻ കരയാൻ തുടങ്ങും. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ കാറിൽ ഇരിക്കുവാണ്, സൈഡ് സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനൊരു 2 വീലറിന്റെ ബാക്കിൽ ഇരിക്കുവാണെങ്കിൽ ഓരോ വണ്ടി പോകുമ്പോഴും ഞാൻ ഇങ്ങനെ ചെരിയാൻ തുടങ്ങും. അതായത് ഇത് വന്ന് എന്നെ ഇടിക്കും എന്നുള്ളൊരു തോട്ടാണ് എന്റെ മനസ്സ് മൊത്തം. ട്രോമയാണ് ആക്ച്വലി, ഇറ്റ്സ് കോൾഡ് ട്രോമ. ട്രോമറ്റൈസ്ഡ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് എനിക്ക് റോഡിലേക്ക് ഇറങ്ങി നിൽക്കാൻ വരെ പേടിയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് എന്നെ ആ ആക്സിഡന്റ് കൊണ്ടെത്തിച്ചു. ആക്ച്വലി എനിക്കിത് പറയുമ്പോൾ കരയണമെന്നൊന്നുമില്ല, പക്ഷെ എന്റെ കണ്ണ് അറിയാതെ നിറഞ്ഞു പോകുന്നതാണ്. കാരണം ഞാൻ അത്ര ഫേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ ട്രോമ. അങ്ങനെ അതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ എന്റെ ചേച്ചിയുടെ കൂടെ 2 വീലറിന്റെ ബാക്കിലിരുന്ന് പോകുന്ന സമയത്ത് NH ആണ് എനിക്ക് പേടിയുള്ളത്. ഇടവഴിയൊന്നും എനിക്ക് വലിയ പേടിയില്ല, കാരണം NH ലാണ് എനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. അപ്പൊ ആ ഒരു ട്രോമയാണ് എന്റെ മനസ്സിലുള്ളത് കേട്ടോ. അപ്പൊ ചേച്ചിയോട് ഞാൻ പറഞ്ഞു NH കൂടി പോകല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ ആള് സമ്മതിച്ചില്ല. ആൾക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നതുകൊണ്ട് NH കൂടെ തന്നെ പോവാം, നമുക്ക് ഇടവഴി പോയി കഴിഞ്ഞാൽ കുറെ ടൈം എടുക്കും നമ്മുടെ വീട്ടിലെത്താൻ. അപ്പോൾ അവൾ NH പിടിച്ചു. എനിക്ക് പക്ഷെ അന്ന് ഞാൻ ആകെ മൈൻഡ് ഔട്ടായി പോയി. ഞാൻ ബാക്കിലിരുന്ന് ഭയങ്കര കരയാൻ തുടങ്ങി. എന്റെ വിചാരം ഞാൻ പതുക്കെയാണ് കരയുന്നതാണ്, പക്ഷെ എന്റെ സൗണ്ട് കൂടി കൂടി അവസാനം വണ്ടിയൊക്കെ നിർത്താൻ പറഞ്ഞു. ഇത് എന്തിനാണ് ഈ കുട്ടി കരയുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ പ്രശ്നം വരെ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. എന്റെ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ സഞ്ചരിച്ചത്. എന്നാൽ പോലും സ്പീഡിന്ന് ചെഴഞ്ഞാണ് പോകുന്നത്. കാരണം എനിക്ക് പേടിയായതുകൊണ്ട് അവൾ അത്രയും സ്പീഡ് കുറച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ടെൻഷനാണ് ഉള്ളില്. കാരണം എന്നെ വന്ന് വണ്ടി ഇടിക്കും അങ്ങനത്തെ ഒരു തോട്ടില് ഞാൻ ഉറക്കെന്ന് വെച്ചാൽ ഇങ്ങനെ വാവിട്ട് കരയത്തില്ല, അതേപോലെ ഇരുന്ന് ബാക്കിലിരുന്ന് കരയും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനില് ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കുന്നില്ല രണ്ടാമത് എനിക്ക് കാറ് പോയി എടുക്കാൻ പറ്റും. ഒരു മിനിറ്റ്. കരയിരുന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ ഞാൻ അറിയാതെ ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നമ്മുടെ മാത്രം എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊക്കെ സങ്കടം വരും, അത് നിങ്ങൾ വിട്ടോളാം നിങ്ങൾക്ക്. ഓക്കെ, എനിവേ, അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് ഇനി ഒരിക്കലും എനിക്ക് ഒരു ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ബാക്കിൽ ഇരിക്കാൻ തന്നെ ഇത്ര പേടിയാണെങ്കിൽ, ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് കേട്ടോ. എന്നാലും ഒരാളുടെ ബാക്കിൽ ഇരിക്കുമ്പോൾ പോലും ഇത്രയും പേടിയാണ്. ഇനിയിപ്പം കാറൊന്നും എന്റെ സ്വപ്നത്തിലേ ഇല്ല. ഞാൻ അതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം ഇനി എന്നാണ് ചെയ്യാൻ പറ്റുക അറിയില്ല. 2 വീലർ ലൈസൻസ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് നമുക്ക് അത്ര എന്തെങ്കിലും ദൈവം സഹായിച്ച് നമ്മുടെ പേടിയൊക്കെ ഏത് കാലത്ത് മാറാനാ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ഡിഗ്രി വീണ്ടും ക്ലാസ്സിൽ പോകാൻ തുടങ്ങി, കോളേജിൽ പോകാൻ തുടങ്ങി കേട്ടോ. കുറച്ച് നാളത്തെ ഒരു റെസ്റ്റിന് ശേഷം ഞാൻ വീണ്ടും ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്റെ ആരോഗ്യപരമായിട്ട് ഞാൻ ഒട്ടും ഓക്കെ അല്ല. എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസും പരിമിതികളും ഒക്കെ ഉണ്ട്. പിന്നെ കൈയൊക്കെ ഇങ്ങനെ കൂടുതൽ കെട്ടിവെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു കുറെ നാള്. അപ്പം എന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ചേട്ടൻ. കുഞ്ഞു കുട്ടികളാണ് ആ ചേട്ടൻ. അപ്പൊ ആ ചേട്ടന്റെ സ്കൂളിലേക്ക് അവരെ കൊണ്ടാക്കാൻ വേണ്ടി പോകുമ്പം ഞാൻ രാവിലെ തന്നെ അവരുടെ കൂടെ കാറിന് പോയിട്ട് തിരിച്ച് വരുന്നത് ലൈൻ ബസ്സിനാണ്. പക്ഷെ ഞാൻ ഒരുപാട് ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ എന്നെ ഇങ്ങനെ താലപ്പൊലിയൊക്കെ വെച്ച് അതേപോലെ എന്നെ അത്രയും കെയർ ചെയ്തിട്ടാണ് ഞാൻ അപ്പൊ ജീവിക്കുന്നത് കേട്ടോ. കാരണം വണ്ടി കയറാന്ന് പറയുന്നത് എനിക്ക് ട്രോമയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കാരണം എന്നെ ഇങ്ങനെ താഴത്തും വെക്കില്ല തലയിലും വെക്കില്ല എന്ന് പറഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു സമയമാണ്. പക്ഷെ പതുക്കെ അതങ്ങ് മാറാൻ തുടങ്ങി. ഇപ്പൊ വീട്ടിലെ അമ്മയും ചേച്ചിമാരൊക്കെ മനഃപൂർവ്വമാണ് അത് ചെയ്യുന്നത്. പക്ഷെ എന്റെ അടുത്ത് പറയും, ബിജു നിനക്ക് എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ നീ 2 വീലർ എടുത്തിട്ട് പൊക്കോ. അതായത് എനിക്ക് ഓടിക്കാനുള്ള സെറ്റപ്പിലേക്കൊക്കെ ഞാൻ ആരോഗ്യം വീണ്ടെടുത്ത സമയം. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ 2 വീലർ പതുക്കെ എടുത്തിട്ട് പൊക്കോളാൻ പറയും. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഞാൻ അപ്പൊ കരയാൻ തുടങ്ങും. നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്നെ ഒഴിവാക്കുവാണ്. ഞാൻ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ പറയുമ്പോൾ 2 ചേച്ചിമാരും പറയും, ബിഞ്ചു നിനക്ക് ഓടിക്കാൻ അറിയാം, നിന്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട്, നിനക്ക് പോകണമെങ്കിൽ 2 വീലർ എടുത്തിട്ട് പോകാം, ആരും നിന്നെ ഇവിടെ കൊണ്ടാക്കാൻ ഇരിക്കില്ല എന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ കുറെ നാൾക്ക് ശേഷം അങ്ങനെയായി പറയാൻ തുടങ്ങുന്നത്. അവരത് മനഃപൂർവ്വം ചെയ്യുന്നതാ. കാരണം ഞാൻ അപ്പോഴത്തേക്കും ഒരു കംഫർട്ടബിൾ സോണിലേക്ക് ആയി കഴിഞ്ഞിരുന്നു. ആ ഒരു സോണിൽ നിന്ന്, ആ ഒരു ഷെല്ലിൽ നിന്ന് എനിക്ക് പുറത്തെടുക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ചേച്ചിമാരും അമ്മ എന്റെ അടുത്ത് മനഃപൂർവ്വം പറയും, നിന്നെ എവിടെ ആരും കൊണ്ടാക്കത്തില്ല, ഇനി
നീ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ നീ നടന്നു പൊക്കോ, അല്ലെങ്കിൽ നീ ലൈൻ ബസ്സിന് കയറി പൊക്കോ, അല്ലാതെ നിന്നെ കൊണ്ടാക്കത്തില്ല, ഓട്ടോ വിളിച്ച് പോകാനൊന്നും ഇനി പറ്റത്തില്ല, നിനക്ക് ഡ്രൈവ് ചെയ്യണമെങ്കിൽ ഡ്രൈവ് ചെയ്ത് പോവാം, അല്ലെങ്കിൽ നീ എങ്ങനെയെങ്കിലും പൊക്കോ എന്ന് പറയും. അങ്ങനെ ആവുമ്പോ എനിക്ക് തന്നെ എന്നോട് തന്നെ ഭയങ്കര വിഷമായി തുടങ്ങി, ദേഷ്യമായി തുടങ്ങി. എനിക്ക് എന്താ പറ്റാത്തത്, ഞാൻ എത്ര നന്നായി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ്, എന്നെ കൊണ്ട് എന്തുകൊണ്ട് ഈ ഒരു ഫേസ് തരണം ചെയ്ത് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ തന്നെ സ്വയം അപ്പോഴാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. മനഃപൂർവ്വമാണ് ചേച്ചിമാർ അങ്ങനെ ചെയ്യുന്നതെങ്കിലും എന്റെ മനസ്സിൽ എനിക്ക് അവരെന്നെ ഇനി ഒരു സ്ഥലത്തും കൊണ്ടാക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞു. അത് കാരണം ഇനി എനിക്ക് അവരുടെ ഹെൽപ്പ് വേണ്ട, ഞാൻ തന്നെ പൊക്കോളാം എന്ന് ഞാൻ ലൈൻ ബസ്സിനൊക്കെ കയറി പോകും, ചില സമയങ്ങളിൽ ഞാൻ നടന്നു പോകും, അങ്ങനെയൊക്കെ ആയി. അപ്പൊ ഒബ്വിയസ്ലി നമ്മൾ തന്നെ ചിന്തിക്കുമല്ലോ നമുക്ക് ഇതിനകത്തുനിന്ന് പുറത്ത് കിടക്കണമെന്ന്. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ കാറിന്റെ ലൈസൻസ് കുറച്ച് നാൾ മുന്നേ നമ്മൾ കാർ ഓടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുത്തിരുന്നു. അതിന്റെ ലൈസൻസിന് നമ്മൾ റോഡ് ഫെയിലായി, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തേക്കാം, അത് എങ്ങോട്ടും എത്തിയിട്ടില്ല എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടു, കാരണം കാറ് ഇനി എനിക്ക് പറ്റത്തില്ല, ടൂ വീലർ എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉരുട്ടിക്കൊണ്ടാവാൻ ചിലപ്പോൾ പറ്റുമായിരിക്കും. എനിക്ക് കാറിലല്ല ടൂ വീലറിലാണ് ആക്സിഡന്റ് ആയത്, എന്നാൽ പോലും കാർ ഇച്ചിരി കൂടി ബുദ്ധിമുട്ടാണ്. കാർ NH ഡ്രൈവ് ചെയ്ത് കാണിച്ചു കൊടുക്കണമല്ലോ, അതാണല്ലോ എന്റെ പ്രശ്നം, NH ആണല്ലോ എന്റെ പേടി. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത് കാരണം ഞാൻ എന്തോ ആർട്ടിഫൈസ് ചെന്നു, എന്നിട്ട് പറഞ്ഞു ഞാനിങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ H പാസ്സായി, അതിനുശേഷം ഞാൻ റോഡ് ടെസ്റ്റ് ഫെയിലായി, പിന്നെ എനിക്കൊരു ആക്സിഡന്റ് വന്നു, അപ്പൊ അതെല്ലാം സർവൈവ് ചെയ്ത് ഓവർകം ചെയ്ത് ഇപ്പൊ ഞാൻ വന്നേക്കുന്നത് ഇത് എടുക്കാൻ വേണ്ടിയിട്ടല്ല, എനിക്കിനി കാറിന്റെ ലൈസൻസും വേണ്ട, ഞാൻ കാറിന്റെ ലൈസൻസ് എടുക്കുന്നില്ല, എനിക്ക് ഈ പേപ്പർ വർക്ക്സ് എല്ലാം ഫിനിഷ് ചെയ്ത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാക്കി തന്നെ. കാരണം ഇനി ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പം എങ്ങാനും ഇനി എടുക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു പെൻഡിങ്ങിൽ കിടക്കുന്ന പേപ്പർ വർക്ക്സ് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു പേപ്പർ ഇനി എനിക്ക് കാറിന്റെ ലൈസൻസ് വേണ്ടാന്ന് ഞാൻ ഒരു വെള്ള പേപ്പറിൽ ഇങ്ങനെ എഴുതി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ ചെന്നത്, ആശാൻ പറഞ്ഞ പ്രകാരം. അപ്പൊ RTO ഓഫീസിൽ ചെന്നപ്പം എന്റെ അടുത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടാവുമല്ലോ, ആള് എന്റെ അടുത്ത് പറഞ്ഞു, മോളെ എന്തായാലും H കിട്ടിയതല്ലേ, മോളുടെ കാറിന്റെ ആ ഒരു റോഡ് ടെസ്റ്റും കൂടെ ഒന്ന് കാണിച്ചു തന്നാൽ ലൈസൻസ് കൈ തരാം, അത് അതിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ, ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് നടക്കില്ല, എന്നെ കൊണ്ട് നടക്കാത്തൊരു സംഭവമാണ്, ഞാൻ ചെയ്യത്തില്ല, എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ല, എനിക്ക് കാറിന്റെ വേണ്ട, സാർ ഒന്ന് ഒപ്പിട്ട് തന്നാൽ മാത്രം മതി, ഞാൻ വെള്ള പേപ്പറിൽ എഴുതി തന്നേക്കാം, എനിക്ക് കാറിന്റെ ലൈസൻസ് വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ അനുഭവിക്കുന്ന സങ്കടം ഭയങ്കര വലുതാണ് ആ സമയത്ത്. പക്ഷെ എനിക്ക് അത് അപ്പൊ ചെയ്യാനായിട്ടുള്ള ഒരു നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവിടുത്തെ സാറുമാര് എന്നെ കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് കളിയാക്കിയത്, ഇത് ആരെങ്കിലും ചെയ്യുന്ന പണിയാണ്, ഇത് എന്ത് മണ്ടത്തരമാണ്, ഇത് എന്നിട്ട് ഓരോ സാറുമാരെയൊക്കെ വിളിച്ച്, സാറേ ഇത് കേട്ടോ, ലൈസൻസ് വേണ്ടാന്ന് എഴുതി കൊടുക്കാൻ വേണ്ടി വന്നേക്കുവാന്നൊക്കെ പറഞ്ഞു. അത് അവരുടെ ഒരു ഫണ്ടായിരുന്നു, അവരുടെ വർക്ക് സ്ഥലത്ത് ഒരു ഫണ്ട് മാത്രം. പക്ഷെ എന്റെ ലൈഫിൽ അതൊക്കെ ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോകുന്നത് ആശാന്റെ അടുത്തേക്കാണ്. അപ്പൊ ആശാൻ എന്റെ അടുത്ത് ഓക്കെ പറഞ്ഞു, ഇനി ഇപ്പൊ വേണ്ടല്ലോ, ഇനി ഇപ്പൊ നമ്മൾ കാണുന്നില്ലല്ലോ. വേറൊരു ആശാൻ ഉണ്ടായിരുന്നു, അപ്പൊ ആ ആളെന്നെ നൈസായിട്ട് കുറെ കളിയാക്കി. അതായത് അന്നേ എനിക്കറിയായിരുന്നു നീ ഇത് എടുക്കില്ലായിരുന്നു എന്ന്. കാരണം ഞാൻ കുറെ തെറ്റ് വരുത്തും, അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഞാൻ. എനിക്ക് എത്ര പറഞ്ഞാലും എനിക്ക് കേറത്തില്ല, അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന സമയത്ത്, പഠിപ്പിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ ഇതൊക്കെ തന്നെ പ്രതീക്ഷിച്ചുള്ളൂ എന്ന ആശാന്, വേറൊരു ആശാൻ, എന്നെ പഠിപ്പിച്ച ആശാനല്ല, വേറൊരു ആശാൻ അങ്ങനെ പറഞ്ഞപ്പോ എനിക്കത് ഭയങ്കര ഫീലായി. പിന്നെ ഫീലായി നമ്മൾ അടി വാങ്ങി വീട്ടിലേക്ക് വരാന്ന് പറയില്ലേ, അതേപോലെ തന്നെ നമുക്കൊന്നും ചെയ്യാനില്ല, ഫീലായി ആ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിരുന്ന് കുറെ നേരം കരഞ്ഞു. ചേച്ചിമാര് പതുക്കെ പതുക്കെ അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡ്രൈവിംഗ് ലൈസൻസിനെ നൈസായിട്ട് അത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. ഇവരൊക്കെ ഇങ്ങനെ കാറും കൊണ്ട് പതുക്കെ ഇങ്ങനെ ഓടിക്കണൊക്കെ കാണുമ്പം എന്റെ മനസ്സിൽ ഭയങ്കര സങ്കടമാണ്. അവരോടിക്കുന്നതിന് സന്തോഷമുണ്ട്, പക്ഷെ എനിക്ക് കൈ കിട്ടിയൊരു സാധനം ഞാൻ വേണ്ടാന്ന് വെച്ചു, ഇനി എനിക്കത് ഒരിക്കലും എന്നാണാവോ പോസിബിൾ ആവാ എന്നൊക്കെ വിചാരിച്ച് ഞാൻ സങ്കടപ്പെടുമായിരുന്നു. അപ്പൊ നമ്മുടെ സ്റ്റോറി ഒരുപാട് നീണ്ടു പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെയാണ് ലൈഫ്. ഇത് ഇതിനകത്ത് ഓരോ പോയിന്റ് പറയാതിരുന്നാൽ ശരിയാവുന്ന എനിക്കറിയാം.